ലൂക്കോസ് അധ്യായം 18. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ യേശു ഒരു ഉപമ പറഞ്ഞു. ഒരു പട്ടണത്തിൽ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ ആദരിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിലെ ഒരു വിധവ എന്റെ പ്രതിയോഗിക്കെതിരെ എനിക്ക് ന്യായം നടത്തിത്തരണമേ എന്ന അപേക്ഷയുമായി അയാളുടെ അടുക്കൽ കൂടെ ചെന്നിരുന്നു. കുറെ കാലത്തേക്ക് അയാൾ ഉപേക്ഷ കാണിച്ചു. എന്നാൽ ഒടുവിൽ ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ വകവയ്ക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും ഈ വിധവ എന്നെ തുടർച്ചയായി അസഹ്യപ്പെടുത്തുന്നതുകൊണ്ട് അവൾക്ക് ഞാൻ ന്യായം നടത്തിക്കൊടുക്കും, അല്ലെങ്കിൽ ഒടുവിൽ അവളുടെ തുടർച്ചയായ വരവ് എനിക്ക് അസഹ്യമായി തീരും എന്ന് തന്നോട് തന്നെ പറഞ്ഞു. നീതികെട്ട ആ ന്യായാധിപൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നോട് നിലവിളിക്കുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ദൈവം ന്യായം നടത്തിക്കൊടുക്കാതിരിക്കുമോ? അവിടുന്ന് അവരുടെ കാര്യം നീട്ടിക്കൊണ്ടുപോകുമോ? അവിടുന്ന് വേഗത്തിൽ അവർക്ക് നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? തങ്ങൾ നീതിമാന്മാരാണെന്നുറച്ചുകൊണ്ട് മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ചിലരോട് യേശു ഈ ഉപമ പറഞ്ഞു. 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ ചെന്നു. ഒരുവൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നെക്കുറിച്ചു തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, കൊള്ളക്കാർ, ദുഷ്പ്രവർത്തിക്കാർ, വ്യഭിചാരികൾ മുതലായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുകയും എനിക്ക് കിട്ടുന്ന എല്ലാറ്റിന്റെയും ദശാംശം കൊടുക്കുകയും ചെയ്യുന്നു. ചുങ്കക്കാരനോ വളരെ അകലെ നിന്നു. സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും അവൻ തുനിഞ്ഞില്ല. അവൻ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്നു പറഞ്ഞു. ഈ മനുഷ്യനാണ് ദൈവമുമ്പാകെ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയത്, മറ്റവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തന്നെത്താൻ ഉയർത്തുന്ന ഏവനും താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്ന ഏവനും ഉയർത്തപ്പെടും. യേശു തൊടേണ്ടതിന് ജനങ്ങൾ ശിശുക്കളെയും അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ ഇത് കണ്ട് അവരെ ശാസിച്ചു. എന്നാൽ പൈതങ്ങളെ തന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് യേശു പറഞ്ഞു: ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുന്നു, അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നുവല്ലോ. ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കാത്ത ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു പ്രമാണി യേശുവിനോട് ചോദിച്ചു: നല്ല ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനുത്തരമായി യേശു അവനോട്: നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നതെന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നിനക്കറിയാമല്ലോ. ഇവയെല്ലാം ഞാൻ ബാല്യം മുതൽ പാലിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു അവനോട് പറഞ്ഞു: ഒരു കാര്യത്തിൽ നീ കുറവുള്ളവനാണ്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നതുകൊണ്ട് ഇത് കേട്ട് വളരെ ദുഃഖിതനായി തീർന്നു. യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞു: സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം! ഒരു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം. ഇത് കേട്ടവർ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചു. അതിന് യേശു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസ് അദ്ദേഹത്തോട് പറഞ്ഞു: ഇതാ, ഞങ്ങൾ സകലവും വിട്ട് അങ്ങേ അനുഗമിച്ചിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞു: ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ മക്കളെയോ വിട്ടുകളഞ്ഞ ഒരുവനും ഈ കാലത്തു തന്നെ അനേകം മടങ്ങും വരുവാനുള്ള കാലത്ത് നിത്യജീവനും ലഭിക്കാതിരിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അനന്തരം യേശു പന്തിരുവരെ വേറിട്ട് കൊണ്ടുപോയി അവരോട് പറഞ്ഞു: നോക്കൂ, നാം യെരുശലേമിലേക്ക് പോകുകയാണ്. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിട്ടുള്ളതെല്ലാം നിറവേറും. അവനെ വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും
അവനെ ചാട്ടകൊണ്ടടിക്കുകയും കൊല്ലുകയും ചെയ്യും. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇതൊന്നും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ഇതിന്റെ അർത്ഥം അവർക്ക് മറഞ്ഞിരുന്നു. അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു യെരീഹോവിന് അടുത്തെത്തിയപ്പോൾ ഒരു അന്ധൻ വഴിയരികെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്നത് കേട്ട് എന്താണ് സംഭവമെന്ന് അയാൾ ചോദിച്ചു. അവർ അയാളോട് നസറായനായ യേശു കടന്നു പോകുന്നു എന്ന് അറിയിച്ചു. അയാൾ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു. മുന്നിൽ നടക്കുന്നവർ അയാളെ ശാസിച്ചു, മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു. എന്നാൽ അയാൾ ഏറെ ഉച്ചത്തിൽ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു. യേശു നിന്ന് ആ മനുഷ്യനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അയാൾ അടുത്തു വന്നപ്പോൾ യേശു അയാളോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. അയാൾ ഉത്തരം പറഞ്ഞു, നീ കാഴ്ച പ്രാപിക്കുക. നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് യേശു അയാളോട് പറഞ്ഞു. ഉടനെ അയാൾ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചു. ഇത് കണ്ട് ജനങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു.